അതായത് ഭർത്താവ് നിർമ്മിക്കുന്ന സിനിമയിൽ മാത്രം അഭിനയിക്കുന്ന നടി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ, വ്ളോഗേഴ്സിന് ഞങ്ങൾ പൈസ കൊടുത്തിട്ടില്ല, അതിന്റെ പ്രതികരണമാണ് കണ്ടത്. എൻ്റെ പാഷനാണ്, എൻ്റെ ഹസ്ബൻഡിന്റെ പാഷനല്ല. എനിക്കിത് പാഷനാണ് സിനിമ. എൻ്റെ ഹസ്ബൻഡിന്റെ പാഷനല്ല, അദ്ദേഹത്തിന് ഇത് ജസ്റ്റ് ബിസിനസ് മാത്രമാണ്. ഭർത്താവിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന നടി, കരഞ്ഞാലും ചിരിച്ചാലും എല്ലാം ഒരേ ഭാവം വരുന്ന നടി. നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് കൊണ്ട് എത്ര പേർക്ക് ഗുണം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എത്രയോ പേർക്ക് തൊഴിൽ, അല്ലെങ്കിൽ എത്ര പേരുടെ കുടുംബത്തിലേക്ക് നമ്മൾ ഒരു എമൗണ്ട് ജോലി എന്ന് പറയുന്നത് ഒരു ഉപജീവനമാർഗ്ഗമാണല്ലോ. ഉറപ്പായി. കാരണം ആൾക്കാർക്ക് വിട്ടുകൊടുക്കും. ഇപ്പൊ ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ആയിരിക്കില്ല എനിക്ക് ഇഷ്ടപ്പെടുന്ന. അല്ല, സിനിമ എനിക്കത് അത്ര ഇഷ്ടമായില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ വേണമെന്ന് കണ്ടു നോക്കിക്കോ എന്ന് പറയുന്നതിൽ തെറ്റില്ല. പിന്നെ നമ്മുടെ സിനിമ ഇറങ്ങുമ്പോൾ ഏതാണ്ട് ഭയങ്കര മോശം സിനിമ ഇറങ്ങുന്നു എന്നുള്ള രീതിയിൽ അടുത്ത ബോംബ് വരുന്നു, അടുത്ത ഗുണ്ട് വരുന്നു. അല്ലാതെ അതിനെ മേലാൽ ഈ അതും പിന്നെ ബാഡ് ബോയ്സ് ഇറങ്ങുന്നതിന് 2 ദിവസം മുൻപേ തന്നെ പ്ലാൻഡ് അറ്റാക്ക് തുടങ്ങിയായിരുന്നു. എന്താ ഇതിനെപ്പറ്റിയൊക്കെ പറയാം, എനിക്കൊന്നും പറയാനില്ല. ഇനി എന്ത് പറഞ്ഞാലും എൻ്റെ ഇടയിൽ ഇപ്പോൾ കമൻറ്റ് വരും. ഞാൻ അഭിനയിക്കാൻ നിൽക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ കൂടെ എൻ്റെ കൂടെ നമ്മൾ ക്ഷണിച്ചു വരുത്തി നമ്മുടെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവരുടെ സുഖസൗകര്യങ്ങൾ, അവരുടെ കംഫർട്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇങ്ങനെയുള്ള ഒരു കമ്പനീനെയാണ് ആൾക്കാർ ചീത്ത പറയുകയും നശിപ്പിക്കാൻ ശ്രമിക്കുകയും, അല്ലെങ്കിൽ നമ്മളൊരു സിനിമയായിട്ട് വരുമ്പോൾ നമ്മളെ അടിച്ചോടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. ചേച്ചീനെ എപ്പോഴും കാണുമ്പോഴും സംസാരം കേൾക്കുമ്പോഴൊക്കെ തോന്നുന്നത് ചേച്ചി ആരും ജഡ്ജ് ചെയ്യാറില്ല. ഒരുപാട് അപമാനിതരാവുന്നവരുടെ അല്ലെങ്കിൽ പരിഹാസിതരാവുന്നവരുടെ കൂടെ എൻ്റെ മൈൻഡ് എപ്പോഴും പാവം അത് എനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. അത്രപോലും അങ്ങനെ വിഷമിക്കുന്ന ഒരാൾക്ക് നേരെ ഇങ്ങനത്തെ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രോളുകളൊക്കെ വരുമ്പോൾ ചേച്ചി അതിനെ എങ്ങനെയാണ്? ഞാൻ എന്നെയോ എനിക്ക് വിഷമം വരും. എന്താ പറയുക, അത് എൻ്റെ മാത്രം പേഴ്സണൽ സൈഡായിട്ട് വെച്ചുകൊണ്ട് ആ വിഷമങ്ങളൊക്കെ എന്നിൽ മാത്രം ഒതുക്കും. ഞാൻ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചല്ലോ എന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ അങ്ങനെ റിവ്യൂവേഴ്സിനെ അധികം ഒന്നും ശ്രദ്ധിക്കണ ആളല്ല. സിനിമ നല്ലതാണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞു, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ പരിഹാസ രൂപേണ എന്ന് പറഞ്ഞാൽ അയ്യോ, അത് നമുക്കത് കേൾക്കാൻ പറ്റില്ലാത്ത രീതിയിലാണ് രണ്ടുപേരും അതിനെ അവതരിപ്പിച്ചത്. അവർക്കിടെ ഒരു ചാനലിന് റേറ്റിംഗ് കൂട്ടാനും അവർക്ക് അതിനകത്തുനിന്ന് പൈസ ഉണ്ടാക്കാനുമുള്ള ഒരു ബിസിനസ്സായി മാറി ഇപ്പോൾ ഇത്. എനിക്ക് തോന്നിയത് ഷൂട്ട് ചെയ്യുന്നേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് ഒരു സിനിമ റിലീസ് ചെയ്യാൻ. അതെ അതെ. ഓൺലൈൻ മീഡിയാസിന് നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര എമൗണ്ടാണ്. നമസ്കാരം, കൈരളി ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് മലയാളത്തിൻ്റെ പ്രിയ നടിയും പ്രൊഡ്യൂസറുമായ ഷീലു ചേച്ചിയാണ്. ഞാൻ ഈ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ തന്നെ ചേച്ചി എന്നോട് ആദ്യമേ പറഞ്ഞു, ഇൻ്റർവ്യൂ വേണോ പൊന്നി, എനിക്കങ്ങനെ ഫേക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ചേച്ചിയോട് തന്നെ ചോദിക്കാം. സ്വാഗതം ചേച്ചി. എങ്ങനെയാണ് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക? പിടിച്ചു നിൽക്കുന്നില്ലല്ലോ. അങ്ങനെയില്ല. 15 സിനിമ നിർമ്മിച്ചു, 15ാമത്തെ സിനിമ റിലീസായിരിക്കുന്നു, ഇനിയും 2 സിനിമകൾ വരാനിരിക്കുന്നു. അത്ര 12 വർഷമായി സിനിമയിൽ അഭിനയിക്കുന്നു. ഉറപ്പായിട്ടും ചേച്ചിക്കുള്ള സ്ഥാനം ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എങ്ങനെ പറ്റുന്നു സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ? എനിക്കതേ അറിയുള്ളൂ സത്യത്തിൽ. ഫേക്ക് ആവാൻ അറിയില്ല. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ എന്നെ മറ്റുള്ള സിനിമകളിൽ കാണാത്തത്. അതിൻ്റെ ഒരു എനിക്കത്ര പറയാനുള്ളൂ. അതായത് ഇപ്പം എന്നെ എല്ലാവരും പരിഹസിക്കുന്ന കണ്ടിട്ടുണ്ട്. ഭർത്താവ് നിർമ്മിക്കുന്ന സിനിമകളിൽ അഭിനയിക്കുന്ന നടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ എല്ലാ സിനിമകളും ഇറങ്ങുമ്പോൾ ട്രോളുകൾ പൊങ്ങി വരാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ ആ ട്രോൾ എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സിനിമ എപ്പോൾ റിലീസാവുന്നു അപ്പം ഈ ട്രോള് സെറ്റാക്കി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിങ്ങനെ എവിടെന്നെങ്കിലും ഒക്കെ ഇങ്ങനെ വരും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ സിനിമയിൽ മാത്രം അഭിനയിക്കുന്നത് എന്നതിന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഈ ഫേക്ക് ആവാൻ അറിയാത്തത് കൊണ്ടായിരിക്കാം. അപ്പം ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ചേച്ചിയിലേക്ക് വരുന്ന അവസരങ്ങൾ ഇപ്പം നമുക്കറിയാം ഒരുപാട് അവസരങ്ങൾ ചേച്ചിയിലേക്ക് വരുന്നുണ്ട്, ചേച്ചി വേണ്ട എന്ന് വെക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇപ്പം വേണ്ട എന്ന് വെക്കുന്നതിൽ ചേച്ചിയുടെ ഒരു ക്രൈറ്റീരിയ എന്തായിരിക്കും? അല്ല, അവസരങ്ങൾ വരുന്നതെല്ലാം ഒന്നെങ്കിൽ നമ്മളെ യൂട്ടിലൈസ് ചെയ്യാൻ വരുന്നവരായിരിക്കും. ഇപ്പം നമ്മൾ ചെയ്ത സിനിമകളൊക്കെ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നിയ നല്ല ആർട്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് നടക്കാവുന്ന സിനിമകളൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് ബിസിനസ് ആഫ്റ്റർ ഓൾ നമ്മൾ മുടക്കുന്ന പൈസ ഇതൊരു ബിസിനസ്സാണ്. അല്ലാണ്ട് ഇപ്പം നമ്മളിതിനെ എൻ്റെ പാഷനാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പാഷനല്ല. എനിക്കിത് പാഷനാണ് സിനിമ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പാഷനല്ല, അദ്ദേഹത്തിന് ഇത് ജസ്റ്റ് ബിസിനസ് മാത്രമാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് സിനിമ ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമല്ല. അതുകൊണ്ട് അതൊരു വ്യത്യാസമാണ്. ഞങ്ങളെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് ഞങ്ങൾ ഇതിലൂടെ ജീവിക്കുന്നവരല്ല, കംപ്ലീറ്റ്ലി സിനിമയിലല്ല. അപ്പം അതിൻ്റെ വ്യത്യാസമുണ്ട്. പിന്നെ ബാക്കി ഒരുപാട് ആൾക്കാർക്ക് അത് സിനിമ എന്ന് പറയുന്ന ഉപജീവന മാർഗ്ഗമാണ്. ഞങ്ങളെ സംബന്ധിച്ച് അതല്ല, ഞങ്ങൾക്ക് വേറെ ബിസിനസ്സാണ്. ഞങ്ങൾ മെയിൻലി സിനിമയിൽ അല്ല. ഉള്ള കാര്യം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ സിനിമ ഇല്ലെങ്കിലും
നമ്മൾ ജീവിക്കും, നമ്മൾ നടന്നു പോകും, നമ്മുടെ കാര്യങ്ങൾ നടത്തിയേ പറ്റുള്ളൂ. കാരണം നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പം നമ്മൾ അവരെ നോക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ട് സിനിമ ഒരിക്കലും അങ്ങനെ ഞാൻ കാണുന്നില്ല. പക്ഷെ ഓഫ് കോഴ്സ് ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നതും ഇത്രയും സിനിമകൾ നിർമ്മിക്കുന്നതും. ഒരുപാട് പേർക്ക് ഞങ്ങൾ കാരണം ഉപകാരം ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ എൻ്റെ വിശ്വാസം. അല്ലാണ്ട് ഞാൻ ആൾക്കാരെ ഉപദ്രവിക്കാൻ വന്ന ഒരാളല്ല. അതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ചേച്ചി പറഞ്ഞല്ലോ ഒരുപാട് പേർക്ക് ഉപകാരം. തീർച്ചയായും 15 സിനിമകൾ, ഓരോ സിനിമയുടെ പിന്നിലും ഇപ്പം നമ്മൾ പറയുന്ന ചേച്ചി പറയുന്നത് ചേച്ചിക്ക് ഇതൊരു ഉപജീവന മാർഗ്ഗം അല്ല എന്ന് പറയുമ്പോൾ കൂടിയും എത്രയോ പേര് ഈ സിനിമകൾ ഇല്ലേ ചേച്ചിയുടെ സിനിമകൾ കൊണ്ട് ജീവിക്കുന്നു. എത്രയോ താരങ്ങളായാലും അതിന് പുറകിലുള്ള ടെക്നീഷ്യൻസ് ആയാലും ഒക്കെ. അപ്പം ഇപ്പോൾ ചേച്ചിയുടെ 15ാമത്തെ സിനിമ ബാഡ് ബോയ്സ് 2ാം വാരം തിയേറ്ററിലുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു സങ്കടം ഉണ്ടായിരുന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നു. കാരണം ഇതിനെക്കുറിച്ച് വന്നൊരു നെഗറ്റീവ് റിവ്യൂ ബോംബിംഗ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഇടുകയാണ്. കാരണം ഇപ്പം നമ്മൾ പറയുന്ന എത്രയോ പേരുടെ അധ്വാനമാണ് ഒരു നിമിഷം നമ്മൾ പറയുന്ന ഒരു വാക്കിൽ ഇല്ലാതാവുന്നത്. അപ്പം അത് കടന്നുപോയ വിഷമം എനിക്കറിയാം. അപ്പം ചേച്ചിക്ക് എന്ത് തോന്നി ഈ റിവ്യൂ ബോംബിങ്ങിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ റിവ്യൂവേഴ്സിനെ പറ്റിയിട്ട്, റിവ്യൂ ബോംബിങ്ങിനെ പറ്റിയൊക്കെ എനിക്ക് പറയാനുള്ളത്, എവിടെയോ ഇരുന്ന് ആരൊക്കെയോ ഇങ്ങനെ പ്ലാൻഡ് ആയിട്ട് ഇരുന്നിട്ട് നമ്മുടെ സിനിമകൾ, ഇതിപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് റിവ്യൂ, ഇതെന്ന് വെച്ചാൽ എക്സ്ട്രീം ആയിപ്പോയി. ബാക്കി നമ്മുടെ എല്ലാ സിനിമകൾ ഇറങ്ങുമ്പോഴും റിവ്യൂവേഴ്സ് വന്നിട്ട് മോശം പറയാറുണ്ട്. അല്ലെങ്കിൽ എന്നെ ഭർത്താവിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന നടി, കരഞ്ഞാലും ചിരിച്ചാലും എല്ലാം ഒരേ ഭാവം വരുന്ന നടി എന്നൊക്കെയാണ്. പല നടിമാരെ കുറിച്ച് നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞല്ലോ, പലരെ കുറിച്ച് എന്താണ് പ്രതിമ പോലെ നിൽക്കുന്ന നടി, അങ്ങനെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ ഒരു കുശുമ്പിൽ നിന്ന് വരുന്ന ഒരു സാധനം ഉണ്ടാവും. അതായത് ഇപ്പം എല്ലാവർക്കും പറ്റില്ല അവരുടെ ഭർത്താവിന്റെ സിനിമയിൽ അഭിനയിക്കാൻ. അത് വളരെ എത്രയോ ഭർത്താക്കന്മാര് സിനിമ എടുക്കുന്നവരുണ്ട്, സംവിധാനം ചെയ്യുന്നവരുണ്ട്. അതെ. അപ്പൊ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ സിനിമയിൽ ഞാൻ മാത്രമല്ലല്ലോ അഭിനയിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും മുൻനിരയുള്ള നടന്മാരുണ്ട് നമ്മുടെ കൂടെ. അവരെ ഒന്നും കാണാതെയാണ് എന്നെ ഇട്ടുകൊണ്ട് ഈ പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ടാർഗറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ എനിക്കത് ഇപ്പൊ വന്നിട്ട് അത് എനിക്ക് കുഴപ്പമില്ല. കാരണം വെച്ചാൽ എനിക്ക് മനസ്സിലായി ഇവർക്കൊക്കെ ഇതേ പറ്റൂ. കാരണം ഇവരൊരിക്കലും ഒന്നിലും നല്ല വശം കാണില്ല. ഇവരുടെ വിചാരം നമ്മൾ എന്തോ ഇവരുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ചെലവഴിക്കുന്ന പോലെ, അല്ലെ അങ്ങനെയൊക്കെയാണ് നമ്മൾ സമൂഹത്തിൽ നിന്നെല്ലാം കൂടെ ഊറ്റിയെടുത്ത് സിനിമ ചെയ്യുന്ന പോലെയൊക്കെയാണ്. പക്ഷെ ഇവർ ചിന്തിക്കുന്നില്ല നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് കൊണ്ട് എത്ര പേർക്ക് ഗുണം ഉണ്ടാവുന്നു, അല്ലെ എത്രയോ പേർക്ക് തൊഴിൽ, അല്ലെങ്കിൽ എത്ര പേരുടെ കുടുംബത്തിലേക്ക് നമ്മൾ ഒരു എമൗണ്ട് ജോലി എന്ന് പറയുന്നത് ഒരു ഉപജീവന മാർഗ്ഗമാണല്ലോ. അപ്പോൾ ഇത്രയും സിനിമകളിലൂടെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അതൊന്നും കാണാതെ നമ്മളെന്തോ സമൂഹത്തിൽ നിന്നൊക്കെ എടുത്ത് നമ്മൾ തിന്നുന്ന പോലാണ് ആൾക്കാരുടെ എന്തോ ഒരു വർത്താനം, എന്തോ ഭയങ്കര, പിന്നെ നമ്മുടെ സിനിമ ഇറങ്ങുമ്പോൾ ഏതാണ്ട് ഭയങ്കര മോശം സിനിമ ഇറങ്ങുന്നു എന്നുള്ള രീതിയിൽ അടുത്ത ബോംബ് വരുന്നു, അടുത്ത ഗുണ്ട് വരുന്നു. അതെ, നമ്മൾ ഇതിന് തൊട്ട് മുന്നേ ഞാൻ ചേച്ചിയും സംസാരിക്കാൻ ബാഡ് ബോയ്സിന്റെ പ്രൊമോഷൻ സമയത്ത്, അപ്പോൾ ഒരു സിനിമയുടെ കഥ തുടങ്ങി ഇത് സിനിമയാക്കി പിന്നെയും കാശ് പ്രൊഡ്യൂസർ ചെലവാക്കുകയാണ്. അതായത് പ്രൊമോഷൻസ് അല്ലേ, ഓൺലൈൻ പ്രൊമോഷൻസ്, അങ്ങനെ അത്രയും പേരുടെ അധ്വാനത്തെ എനിക്കും പേഴ്സണലി അതിനോട് തീരെ യോജിപ്പില്ലാത്ത ആളാണ്. കാരണം ആൾക്കാർക്ക് വിട്ടുകൊടുക്കും. ഇപ്പോൾ ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കില്ല എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അഭിപ്രായങ്ങൾ വ്യത്യാസമാണല്ലോ. അല്ല, അത് അവർ ഇഷ്ടപ്പെടണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനെ മറ്റുള്ളവർ കാണാനിരിക്കുന്നവരെയും കൂടി കാണിക്കാത്ത രീതിയിലേക്ക് പ്രഹസനമായി പരിഹാസമായി അവതരിപ്പിക്കുകയാണ് അതിനെ. അല്ല, സിനിമ എനിക്കത് അത്ര ഇഷ്ടമായില്ല കേട്ടോ, ഇനി നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ വേണമെന്ന് കണ്ടു നോക്കിക്കോ എന്ന് പറയുന്നതിൽ തെറ്റില്ല. അല്ലാതെ അതിനെ മേലാൽ അതും പിന്നെ ബാഡ് ബോയ്സ് ഇറങ്ങുന്നതിന് 2 ദിവസം മുൻപേ തന്നെ പ്ലാൻഡ് അറ്റാക്ക് തുടങ്ങിയായിരുന്നു. അപ്പോൾ വാട്സപ്പിലൊക്കെ ഗ്രൂപ്പുകളിലേക്കെല്ലാം മെസ്സേജസ് പോയിരുന്നു. ഇങ്ങനെയായിരുന്നു ആ മെസ്സേജ്: ബാഡ് ബോയ്സ് റിവ്യൂ, കാട്ടവതാരം അല്ലല്ലോ, അതിന്റെ ഒരു അക്ഷരം മാറ്റിയിട്ട് ഒരു തെറിയാവൂല്ലോ. ഞാൻ പറഞ്ഞു അവതാരം ആയിപ്പോയി, അത് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ഞാൻ പറയുന്നില്ല. 2 ദിവസം മുന്നേ തന്നെ 11-ാം തീയതി വൈകിട്ട് തുടങ്ങിയായിരുന്നു. അപ്പം നമ്മളിത് കുറേ എല്ലാം നമ്മൾ പൈറസി ഇതിൽ നമ്മളുണ്ട്, അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പൈറസി. അപ്പം നമുക്ക് കിട്ടും ഇത് എവിടെ നിന്നാണ് പോയേക്കുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. നമുക്കും പ്രൊമോട്ടേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ പ്രൊമോഷൻ ടീമിനെ കൊണ്ട് നോക്കിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം 11-ാം തീയതി വൈകിട്ട് തൊട്ട് തുടങ്ങി. സിനിമ ഇറങ്ങുന്നത് 13-ന് രാവിലെയാണ്. അപ്പം കാണാത്ത സിനിമയെ പറ്റിയിട്ട് ഇത് ബാഡ് ബോയ്സ് റിവ്യൂ, ആ സാധനം ആരും തിയേറ്ററിൻ്റെ പരിസരത്തേക്ക് പോലും പോവരുത് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജായിരുന്നു ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്.
അപ്പം അത് എന്തിനായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല, അത് അവർക്ക് തന്നെ അറിയുള്ളൂ. അതായത് നമുക്ക് പറയുമ്പോൾ തന്നെ, കാരണം ഒരു സിനിമ ഇറങ്ങുന്നതിന് 2 ദിവസം മുന്നേ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഊഹിക്കുന്നത്. അതുപോലെ തന്നെ പലരും എന്തിനാണ് ഈ ചെറിയ സിനിമ ഈ ഒരു ഓണത്തിന് ഇറക്കിയത് എന്നൊരു ചോദ്യവും അല്ലേ നേരിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ തോന്നിയോ ചേച്ചിക്ക് അങ്ങനെ ഒരു? അങ്ങനെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓണത്തിന് വലിയ സിനിമകൾ വരേണ്ട സ്ഥലമല്ലേ, എന്തിനാണ് ഇങ്ങനെ ചെറിയൊരു സിനിമ? പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ചെറിയ സിനിമ അല്ല. ഇതിന് നല്ല മുതൽ മുടക്ക്, ഞാൻ അതിന്റെ എമൗണ്ട് ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് സിനിമ കണ്ടവർക്കറിയാം അതിനകത്ത് മുതൽ മുടക്കുണ്ടോ എന്നുള്ളത്. താരങ്ങളാണ് ഞങ്ങളത് ഇന്റർവ്യൂല് റഹ്മാൻ സാറിനൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട്, കാരണം അടുത്തിറങ്ങിയ ഒരു മലയാള സിനിമയിൽ ഇത്രയും കാസ്റ്റ്, എല്ലാവർക്കും പൈസ കൊടുത്തും അവരുടെ ചെലവ് നോക്കി തന്നെയാണല്ലോ നമ്മൾ അഭിനയിപ്പിക്കുക. അപ്പോൾ അതൊരു അത്രയും എമൗണ്ട് ആയിട്ടുണ്ടാകും. പിന്നെ 50 കോടിയൊന്നും ആയിട്ടില്ല. ഓണത്തിന് ഇറങ്ങിയ സിനിമകൾ 50 കോടി ആയ സിനിമയും ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഒപ്പം അതിൻ്റെ അയലോക്കത്തോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മലയാളത്തിൽ ഇപ്പം ഓണത്തിന് ഇറങ്ങിയ ബാക്കി സിനിമകൾ വെച്ച് നോക്കുമ്പം ഈ സിനിമ അതിൻ്റെയൊക്കെ മുകളിൽ പൈസയായ ഒരു സിനിമയാണ്. അപ്പം അത് ഒരു എന്താ ഇതിനെപ്പറ്റിയൊക്കെ പറയാ, എനിക്കൊന്നും പറയാനില്ല. ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ ഇടയിൽ ഇപ്പൊ കമന്റ് വരും. ഞാൻ എന്ത് പറഞ്ഞാലും നോക്കിയിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴേ ചേച്ചി, നമ്മൾ ബാഡ് ബോയ്സിന് ഇന്റർവ്യൂസ് റഹ്മാൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം മലയാളത്തിലേക്ക് എന്തുകൊണ്ട് അധികം വരുന്നില്ല എന്നുള്ള എൻ്റെ തന്നെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, ഇവിടെ വരുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസുകൾ നമുക്ക് തരുന്ന സൗകര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. കാരണം അദ്ദേഹം തെലുങ്കിലും തമിഴിലും ഒക്കെ നിറയെ സിനിമ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ. അപ്പം പറഞ്ഞൊരു പ്രധാന വാക്യം ഇതായിരുന്നു, തമിഴിലും തെലുങ്കിലും തരുന്ന അതേ സൗകര്യം ഒരു പക്ഷെ അതിനേക്കാൾ മുകളിൽ അബാം ഒരുക്കിയിരുന്നു. അത് പുള്ളിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്ന് പറഞ്ഞു. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ചേച്ചി ആസ് എ പ്രൊഡ്യൂസർ എന്തൊക്കെയാണ് ഒരു സിനിമ വരുമ്പോൾ ശ്രദ്ധിക്കുന്നത്? അല്ല, ആക്ച്വലി അവരുടെ, ഞാൻ അന്ന് എനിക്കൊന്ന് പൊന്നി തന്നെ ഞങ്ങളെ ഗ്രൂപ്പായിട്ട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, പൊന്നിയോടാണ് പറഞ്ഞോ അതോ ഇനി ബിഹൈൻഡ് വുഡ്സ് ആണെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ അഭിനയിക്കാൻ നിൽക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ കൂടെ എൻ്റെ കൂടെ നമ്മൾ ക്ഷണിച്ചു വരുത്തി നമ്മുടെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവരുടെ സുഖ സൗകര്യങ്ങൾ, അവരുടെ കംഫർട്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. അവർക്ക് എന്തെങ്കിലും കുറവുണ്ടോ, അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും നമ്മൾ കൊടുക്കേണ്ട സൗകര്യം ലഭിക്കാത്തതായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ഞാൻ ഭയങ്കര കൺസേൺഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത്രയും ഒരു അബാം എന്ന് പറഞ്ഞാൽ തരക്കേടില്ലാത്ത ഒരു കമ്പനിയായിട്ട് ഇന്ന് വളർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ അവരെ പറ്റിച്ചുകൊണ്ട് പോവോ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കാതിരിക്കുമോ, അല്ലെങ്കിൽ അഭിനയിക്കാൻ വരുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു കമ്പനി തന്നെയാണ്. ആർക്കും നമ്മളെ പറ്റിയിട്ട് അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഒന്നും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു കമ്പനീനെയാണ് ആൾക്കാർ ചീത്ത പറയുകയും നശിപ്പിക്കാൻ ശ്രമിക്കുകയും, അല്ലെങ്കിൽ നമ്മളൊരു സിനിമയായിട്ട് വരുമ്പോൾ നമ്മളെ അടിച്ചോടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇത്രയും ആൾക്കാർക്ക്, എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയിൽ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 200 ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്തു, ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഹിതം. പിന്നെ ടെക്നീഷ്യൻസ് എല്ലാവരും കൂടിയിട്ട് 150-ന് മുകളിൽ 180 പേരുണ്ടായിരുന്നു. അപ്പോൾ അത്രയും പേർക്ക് നമ്മളിത് ആരും വന്ന് ഫ്രീ ആയിട്ടല്ലല്ലോ ചെയ്യുന്നത്. ഒരു വ്യക്തി വന്ന് ഫ്രീ ആയിട്ട് ഒരു കുപ്പി വെള്ളം പോലും നമ്മുടെ ചിലവിലല്ലേ പോകുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഇതിനെല്ലാം ഇത്ര ലാഘവത്തോടെ കണ്ട് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്നത്? സിനിമ മോശമാണെന്ന് പറയുന്നു. അത്രയ്ക്കൊരു മോശം സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ചേച്ചീനെ എപ്പോഴും കാണുമ്പോഴും സംസാരം കേൾക്കുമ്പോഴൊക്കെ തോന്നുന്നത്, ചേച്ചി ആരും ജഡ്ജ് ചെയ്യാറില്ല. അതായത് ഇപ്പോൾ ആർക്കെങ്കിലും എതിരെ ഒരു ആരോപണം വന്നാൽ അതൊക്കെ അത് എന്തുകൊണ്ട് മറ്റൊരു സൈഡ് ഉണ്ട് എന്ന് ചിന്തിക്കുന്ന പോലെ. ഇപ്പോൾ ഒമറിൻ്റെ കാര്യം തന്നെ, നമുക്ക് ഈ ബാഡ് ബോയ്സിൻ്റെ കാര്യം വന്നപ്പം ഒമറിൻ്റെ കേസുമായിട്ട് ആൾക്കാർ ഇതിനെ കൂട്ടിക്കെട്ടുന്നുണ്ടായിരിക്കും. ശരിക്കും ഇതിനൊക്കെ എത്രയോ നാൾ മുന്നേ, ഈ അലിഗേഷൻസ് ഒക്കെ വരുന്നതിന് മുന്നേ കമ്മിറ്റ് ചെയ്യുകയും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്ത സിനിമയാണ്. എനിക്ക് എപ്പോഴും അങ്ങനെ എന്താ ചേച്ചി, അങ്ങനത്തെ ഒരു ഭയങ്കര നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ചെറുപ്പം തൊട്ട് എനിക്ക് ഇങ്ങനെ ഈ ഒരുപാട് അപമാനിതരാവുന്നവരുടെ അല്ലെങ്കിൽ പരിഹാസിതരാവുന്നവരുടെ കൂടെ എൻ്റെ മൈൻഡ് എപ്പോഴും പാവം അത് അങ്ങനത്തെ ഒരു ഇതുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്കിങ്ങനെ ഒരുപാട് ഒരാളെ ഇങ്ങനെ നിർത്തി ഒറ്റപ്പെടുത്തി ക്രൂശിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ്. അത് തെറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര തെറ്റുകൾ, ഇപ്പം ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ആസിഡ് ഒഴിക്കുക, അതൊക്കെ ഓക്കെ, അവരെയൊക്കെ നമ്മൾ 6 മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് ഞാൻ. പക്ഷെ ബാക്കിയുള്ള ഈ സംഭവങ്ങളുണ്ടല്ലോ, നമ്മുടെ സാധാരണ ഹ്യൂമൻ ലൈഫിൽ സംഭവിക്കുന്ന സാധാരണ തെറ്റുകൾ, അല്ലെങ്കിൽ മനുഷ്യർ പെട്ടുപോകുന്ന ചില സംഭവങ്ങൾ, അങ്ങനത്തേലൊക്കെ എനിക്ക് അവരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്രൂശിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോൾ എനിക്ക് അവരോടൊരു ഭയങ്കര അത് അവരുടെ മൈൻഡ് ഒന്ന് ആലോചിച്ച് നോക്കിയപ്പം അവരെത്ര ഒരു മാനസികാഘാതത്തിൽ കൂടെ ആയിരിക്കും കടന്നു പോകണം. അപ്പോൾ അതിനെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അങ്ങനെ ഒരാളെ അങ്ങനെ നടുവിൽ നിർത്തി നമ്മൾ കല്ലെറിയുക എന്നുള്ളൊരു സാധനമില്ലേ,
അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരാളാണ്. അത്രപോലും അങ്ങനെ വിഷമിക്കുന്ന ഒരാൾക്ക് നേരെ ഇങ്ങനത്തെ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രോളുകളൊക്കെ വരുമ്പോൾ ചേച്ചി അതിനെ എങ്ങനെയാണ് എടുക്കുക? ഞാൻ എന്നെയോ എനിക്ക് വിഷമം വരും. ഈ കാണുന്ന സ്ട്രോങ് ആയിട്ടുള്ള ആളെ അല്ല നേരം. അല്ല. കാരണം എപ്പോഴും ഷീല ചേച്ചിയെ കാണുമ്പം അപ്പോൾ പ്രൊഡ്യൂസറാണ്, ആക്ട്രസ് ആണ്, ബിസിനസ് വുമനാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര സ്ട്രോങ് ആണെന്ന്. അപ്പോൾ മറ്റുള്ളവരോട് ഇത്രയും സഹാനുഭൂതിയുള്ള ഒരാളിലേക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെ പോലും താങ്ങാൻ പറ്റാത്ത ആളാണ്. ഇല്ല, ഇതിൽ ആക്ച്വലി എന്നെ പറയുന്നതൊക്കെ ഞാൻ എന്താ പറയുക, അത് എൻ്റെ മാത്രം പേഴ്സണൽ സൈഡായിട്ട് വെച്ചുകൊണ്ട് ആ വിഷമങ്ങളൊക്കെ എന്നിൽ മാത്രം ഒതുക്കുന്നതാണ്. പക്ഷേ എനിക്ക് കൂടുതലും തോന്നിയതേ നമ്മുടെ ഈ ഒരു സിനിമയിൽ ഒരു 40 ആർട്ടിസ്റ്റുകളോളം ഉണ്ട്. മൊത്തം കൂടെ നോക്കി 70 ആർട്ടിസ്റ്റ് ഉണ്ട്. മെയിൻ ആർട്ടിസ്റ്റ്, ലീഡ് ആർട്ടിസ്റ്റുകൾ 40 പേരുള്ളൊരു സിനിമയാണ്. അപ്പം ഈ സിനിമയെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ എനിക്ക് അവരെ എല്ലാം അപമാനിക്കുന്നുവല്ല തോന്നണേ. ഈ നമ്മുടെ സിനിമയിൽ വന്ന് അഭിനയിച്ച ആർട്ടിസ്റ്റുകൾക്ക് വരുന്നൊരു വിഷമമില്ലേ, അവരൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ചെയ്ത എല്ലാ സിനിമകളും വെച്ച് നോക്കുമ്പം ഇത്രയും കോപ്പറേറ്റീവായിട്ട് നിന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ എഫേർട്ട് എടുത്ത് പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പറയാതെ തന്നെ ബിബിൻ ജോർജൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം പോലും സാറ്റർഡേ ഈവനിങ് നൈറ്റ് 1 AM പുള്ളി ഫോറം മോളിൽ ചെന്നു. പ്രേക്ഷകർ സിനിമ ഉണ്ട് 11:15 ഷോ കഴിഞ്ഞ് ഇറങ്ങുന്നവരെ കാണാൻ വേണ്ടിയിട്ട് 1 മണിക്ക് അവിടെ ഇരുന്ന് സെക്കൻഡ് ഹാഫ് ഫുള്ള് കണ്ട് അവരെല്ലാം കണ്ടിട്ടാണ് അദ്ദേഹം പോയത്. നമ്മൾ പറഞ്ഞിട്ടോ അല്ലെ നമ്മുടെ സൈഡിൽ നിന്നല്ല, അദ്ദേഹം തന്നെ ചെയ്തതാണ്. അപ്പോൾ അതുപോലെ ആർട്ടിസ്റ്റുകളുടെ ഒരു മാനസികാവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളൊരു സാധനമാണ്. അല്ല, ഉറപ്പായിട്ടും ചേച്ചി. കാരണം ഇപ്പം നമ്മൾ പ്രൊമോഷണൽ ഇൻ്റർവ്യൂസ് എടുക്കുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ അതിൻ്റെ താഴെ, കാരണം ഈ പ്രൊമോഷൻ ഇൻ്റർവ്യൂവിന് വന്നിരുന്നിട്ട് വേറെ പല ചോദ്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഒരു ദിവസം നമ്മൾ തന്നെ കാണണേ എത്രയോ മണിക്കൂർ കണ്ടിന്യൂ. ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് സംസാരിക്കുകയാണ് ഓരോ സിനിമ ഇല്ലേ ചേച്ചി? ഓരോ സിനിമ ഇറങ്ങുമ്പോൾ അന്ന് തന്നെ എനിക്ക് തോന്നുന്നു 3 ദിവസം എന്തോ കണ്ടിന്യൂസ് ഇൻ്റർവ്യൂ തന്നെ ബാഡ് ബോയ്സിന് വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് പിന്നിലെ എഫേർട്ടിനെയാണ് നമ്മളിപ്പം എന്താ പറയുന്നത്, എബ്രഹാം സാറ് ഒരു റിവ്യൂവറെ വിളിച്ച് പറഞ്ഞു എന്ന്, അത്രയും സങ്കടം ഉണ്ടാവും. കുറേ പേര് അതിനെ ഭയങ്കര നന്നായിട്ട് പറഞ്ഞവരുണ്ട്, ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചല്ലോ എന്ന് പറഞ്ഞവരുണ്ട്. കാരണം മിക്ക സിനിമകൾ ഇറങ്ങുമ്പോഴും ഇത് നടക്കാറുണ്ട് ഇല്ലേ ചേച്ചി? അതോടുകൂടി പോകാറുണ്ട്. അങ്ങനെ പറഞ്ഞ കുറേ പേരുണ്ട്, ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചല്ലോ ഇതിനെതിരെ. അങ്ങനെ സാറ് വിളിച്ച് പറയാൻ പോകുന്നതിന് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിരുന്നു അത്രയും. അല്ല, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഈ പറഞ്ഞ സോ കോൾഡ് റിവ്യൂവറുടെ റിവ്യൂ വന്നില്ല. നോർമലി ഇവര് ഫസ്റ്റ്, സെക്കൻഡ് ഡേ, തേർഡ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് മാക്സിമം റിവ്യൂസ് ഇടാറുണ്ട്. ഇത് 7th ഡേ നമ്മൾ GCC റിലീസ് ചെയ്ത അന്നാണ് ഇദ്ദേഹത്തിന്റെ റിവ്യൂ പ്ലസ് വേറൊരു സോ കോൾഡ് റിവ്യൂവർ ഫ്രം ദുബായ്. അദ്ദേഹത്തിനും വ്യൂവർഷിപ്പ് ഉണ്ട്. ഞാൻ അദ്ദേഹത്തെ അറിയില്ല കേട്ടോ, ഞാൻ അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ റിവ്യൂവേഴ്സിനെ അധികം ഒന്നും ശ്രദ്ധിക്കണ ആളല്ല. അപ്പം എന്നെ ഒരാൾ അയച്ചു തന്നാണ്. അപ്പം നോക്കിയപ്പോൾ അദ്ദേഹം ഇട്ടേക്കുന്നു. അപ്പം നമ്മൾക്ക് ഒരു സർപ്രൈസ് ആയിപ്പോയി. ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെന്താണ് ഇപ്പം ഈ 7ാം ദിവസമൊക്കെ റിവ്യൂ ഇടുന്നത് എന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന സിനിമ 2ാം വാരത്തിലേക്ക് പോകുന്നു. GCC റിലീസായി, മനസ്സിലായോ? അപ്പം GCCയിൽ വന്നതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ GCCയിൽ അന്നേരം ആയിരിക്കും പോയി സിനിമ കണ്ടത്. അല്ലെ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അന്നേരമാണോ കണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര പരിഹാസമായിരുന്നു. ഞാൻ ഫുള്ള് കണ്ടില്ല. എനിക്കിങ്ങനെ പരിഹസിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ, എന്നെ പരിഹസിക്കുന്ന അതിനല്ല എനിക്ക് വേദന എടുത്തത്. അതിൽ അഭിനയിച്ചവരോട് പരിഹാസം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നേക്കാൾ കൂടുതലാണ്. അത്രയും ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു പരിഹാസം രൂപേണ ഒരു സിനിമയെ പറഞ്ഞതാണ് ശരിക്കും അദ്ദേഹത്തെ വിളിക്കാനൊക്കെ ഉള്ള കാരണം ഒരു സിനിമ നല്ലതാണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞു, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ പരിഹാസ രൂപേണ എന്ന് പറഞ്ഞാൽ അയ്യോ, അത് നമുക്കത് കേൾക്കാൻ പറ്റില്ലാത്ത രീതിയിലാണ് രണ്ടുപേരും അതിനെ അവതരിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നി നമ്മുടെ കമ്പനിയിൽ നിന്ന് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു. ഒരാളെയെങ്കിലും വിളിച്ച് ഒന്ന് അറിയിക്കുക എന്നുള്ളൊരു സാധനം. ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യട്ടെ, വളർത്തുന്നവർ വളർത്തട്ടെ. ഉറപ്പായിട്ടും. കാരണം അതേ പറയാനുള്ളൂ. ഇതിപ്പോൾ ഇപ്പം നമ്മൾ ഈസി ആയിട്ട് നമ്മളതിനെ പലരും പറയുമെങ്കിൽ, അല്ലെങ്കിൽ പലരും അതിനെ അങ്ങനെ പറയട്ടെ എന്ന് വിചാരിക്കുമെങ്കിലും അത് വളരെ അവസ്ഥയാണ്. ഇപ്പം അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇച്ചിരി റൂഡായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ അദ്ദേഹത്തോട് ഭയങ്കര മധുരത്തോട് കൂടിയിട്ട് അയ്യോ മോനെ കുട്ട, അത് നീ എന്തിനാടാ അങ്ങനെ ചെയ്തേ, ഞങ്ങളുടെ സിനിമേനെ ഇങ്ങനെ ദ്രോഹിക്കാവിടാ മോനെ എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം
അത് ഡിലീറ്റ് ചെയ്യുമെന്നോ അല്ലെ അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു ഇതുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് അങ്ങനെ പറയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, നമ്മളെല്ലാവരോടും ഭയങ്കര നല്ലതായിട്ട് പെരുമാറുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു കേസിൽ അങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഇച്ചിരി ഒന്ന് റൂഡായിട്ട് സംസാരിച്ചാൽ മാത്രമാണ് അവിടുന്ന് എന്തെങ്കിലും ഒരു റിയാക്ഷൻ അതിന് വരുള്ളൂ. പ്രത്യേകിച്ച് ഇത്രയും പൈസ മുടക്കി അത് എത്രയോ ബുദ്ധിമുട്ടി അല്ലേ? ഒരു സിനിമ നമ്മൾ കഥയ്ക്കുകയും സംവിധാനം ചെയ്യുക മാത്രമല്ല, അതിന് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഓൺലൈൻ പ്രൊമോഷൻ എന്ന് പറഞ്ഞ് തന്നെ ഒരു സംഖ്യ എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസേഴ്സ് എല്ലാം തന്നെ നീക്കി വെക്കുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല, ഒരു സിനിമ ഇറക്കുക എന്നുള്ള രീതിയല്ല. അപ്പൊ അത്രയും എഫേർട്ട് ഇട്ട് ഒരു സിനിമ പിന്നെ ആക്ച്വലി ഈ റിവ്യൂവേഴ്സിന്റെ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ആക്ച്വലി ഈ പറഞ്ഞ സോക്കോളുടെ ആളെയും ഞാൻ ഇവരെയൊന്നും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ നമ്മളൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് വളരുവാണ്, ഇവര് ഫേമസ് ആവുകയാണ്. ഇപ്പൊ ഈ പറഞ്ഞ സോക്കോളുടെ ആളുടെ പേര് ലോകം മൊത്തമായി, അദ്ദേഹം വളരുവാണ് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം ചെയ്ത ഒരു ഇത് എന്നാന്ന് ആർക്കും മനസ്സിലാവില്ല. അദ്ദേഹം ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് യൂട്യൂബിലുള്ള ഒരു 100 ടീം ഉണ്ടാവും, അവരുടെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും, എനിക്കറിയില്ല, യൂട്യൂബ് ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അവരുടെ ഒരു സംഘടന ഉണ്ടാവും. അതിലുള്ള എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതേ സാധനം ചെയ്യുന്നത് കണ്ടു. അദ്ദേഹം പറയുകയും ചെയ്തു അവിടെ ഇരുന്നിട്ട്, ഞാൻ ഇതുപോലെ എല്ലാവരോടും പറയും, അപ്പം ഞങ്ങളെല്ലാവരും എൻ്റെ ഒപ്പമാണ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. എല്ലാവരും എൻ്റെ ഒപ്പമാണ്. എന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്ന് വിളിച്ചു, എന്നെ യൂട്യൂബ് സംഘടനയിൽ നിന്ന് വിളിച്ചു, വ്ളോഗേഴ്സ് സംഘടനയിൽ നിന്ന് വിളിച്ചു, എല്ലാവരും എനിക്കൊപ്പമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, ഈ നാട് നന്നാവില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബിസിനസ് ഒന്നും ചെയ്യാനായിട്ട്, ഇവിടെ നമ്മളൊരു ബിസിനസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് നമ്മൾ ഏതാണ്ട് വലിയ ലാഭം എടുത്തുകൊണ്ട് നാട്ടുകാരുടെ പൈസ എല്ലാം കൂടെ കൊണ്ടുപോയി നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ടില്ല. നമ്മൾ നമ്മുടെ കയ്യിലെ പൈസ കുറച്ച് പേർക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുന്നു. നമുക്ക് നമ്മുടെ ഒരു പാഷനെ നമ്മൾ ആർട്ടിസ്റ്റുകൾ ഒന്നും വന്ന് ഫ്രീ ആയിട്ടല്ല അഭിനയിച്ചേക്കുന്നത്. എല്ലാവരും എല്ലാം വർക്ക് ചെയ്തവർക്ക് എല്ലാം കറക്റ്റായിട്ട് ശമ്പളവും കൊടുത്ത് എല്ലാവരെയും ഹാപ്പി ആക്കിയിട്ടാണ് ഒരു സിനിമ. അത് പോരാഞ്ഞിട്ട് ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല ഈ ഒരു സിനിമ ഇറക്കുന്നതോട് കൂടിയിട്ട്. കാരണം 50 ദിവസത്തെ ഷൂട്ട് ഭയങ്കര സ്മൂത്തായിട്ട്, പൈസ ഉണ്ടോ പോകും, നമുക്ക് പോവും. നമ്മൾ നല്ലതായിട്ട് രീതിയിൽ അവർക്ക് കംഫർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഷൂട്ടിങ് ഭയങ്കര ഹാപ്പി ആയിട്ടും. അതുകൊണ്ടാണ് ഇത്രയും ആർട്ടിസ്റ്റ് നമ്മുടെ ഒപ്പം നിന്നത്. ഇത്രയും പൊന്നി കണ്ടല്ലോ ഇന്റർവ്യൂസിനൊക്കെ അവർ പ്രൊമോഷന് അത് എല്ലാവർക്കും അതേ സന്തോഷം. ഇപ്പൊ ചില പ്രൊമോഷൻ നമുക്ക് കാണാറുണ്ട്, ആൾക്കാർ വേണോ, പക്ഷെ ഇതിന് എല്ലാവർക്കും ഓരോന്നിനും ഇരിക്കാൻ ഭയങ്കര, പ്രത്യേകിച്ച് നമ്മുടെ ബിബിൻ എന്നൊക്കെ പറഞ്ഞ ബിബിൻ നമുക്കറിയാം കാലൊക്കെ ഭയങ്കര എനർജി ആയിരുന്നു. അതുപോലെ ചേട്ടനായാലും റഹ്മാൻ സാർ ആയാലും എല്ലാവരും എത്ര ദിവസം വേണേലും അവര് നമ്മൾക്ക് കോളേജസിലല്ലേ ഒരുപാട് സഹകരിച്ചവർ. അതെനിക്ക് ആ നന്ദി ഞാൻ ഇതിനകത്തൂടെ തന്നെ അറിയിക്കുകയാണ്. എൻ്റെ സിനിമയിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉള്ള നന്ദി. കാരണം അത്രയും അവർ ആത്മാർത്ഥമായിട്ട് നിന്നു ചെയ്തു. കാരണം വേറെ ചില സിനിമകളിലൊക്കെ അവർക്ക് നമ്മളോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, അവർ അത് ചെയ്യേണ്ടതാണെന്നുള്ളത് കൊണ്ട് വന്ന് ചെയ്തു പോകുന്നവരുണ്ട്. ഞാൻ 2 ദിവസത്തെ സമയം തരാം, അല്ലെങ്കിൽ 1 ദിവസത്തെ സമയം തരാം, അതുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാനുള്ള എടുത്തോണം എന്ന് പറഞ്ഞു പോകുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിനകത്ത് അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടതേയില്ല. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഒരുപക്ഷെ എന്തുകൊണ്ടാണ് അത്രയും എൻ്റെ ഹസ്ബൻഡ് റിയാക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ഈ നമ്മുടെ ഒപ്പം ആത്മാർത്ഥമായിട്ട് നിന്ന് ആർട്ടിസ്റ്റുകൾക്ക് കൊണ്ട് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ഒന്ന് പ്രതികരിച്ചത്. കാരണം അത്രയും പ്രതികരിച്ചില്ലെങ്കിൽ ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തും പറയാം എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. പിന്നെ പ്രതികരിച്ചത് റൂഡായി പോയി എന്നുള്ളത് സത്യമാണ്. റൂഡായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ മധുരമായിട്ട് സംസാരിച്ചാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. അവിടെ ഇപ്പൊ മനുഷ്യരാണല്ലോ, നമുക്ക് അങ്ങനെയല്ലേ വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാവും. കാരണം നമ്മൾ പൈസ മുടക്കി എടുത്തൊരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സിനിമയെ കുറിച്ച് പറയേ, പക്ഷെ പരിഹാസം പരിഹാസ രൂപേണ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ഇങ്ങനെ, ഞങ്ങൾ ഏത് ഗവൺമെന്റിന്റെ പെർമിഷനാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങളുടെ റൈറ്റാണ് എന്നുള്ളൊരു സാധനമാണ് ഇവരൊക്കെ പറയുന്നത്. ഞങ്ങളുടെ റൈറ്റാണ് ഞങ്ങൾക്കത് പറയണം എന്നുള്ളത്. പറഞ്ഞോട്ടെ, പക്ഷെ അവരുടെ ആ ഒരു ഭാഷ, അവരെങ്ങനെയാണ് അതിനെ അവതരിപ്പിക്കുന്നതെന്നുള്ളതും കൂടെ എല്ലാവരും ഒന്ന് എടുത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞ സോക്കോൾഡ് റിവ്യൂവേഴ്സ് എങ്ങനെയാണ് ഒരു സിനിമയെ അവതരിപ്പിക്കുന്നത്, അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അവർക്കിടെ ഒരു ചാനലിന് റേറ്റിംഗ് കൂട്ടാനും അവർക്ക് അതിനകത്തുനിന്ന് പൈസ ഉണ്ടാക്കാനുമുള്ള ഒരു ബിസിനസ്സായി മാറി ഇപ്പോൾ ഇത്. എനിക്ക് തോന്നിയത് ഷൂട്ട് ചെയ്യുന്നേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് ഒരു സിനിമ റിലീസ് ചെയ്യാൻ. നമുക്ക് ഷൂട്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ, നമുക്ക് ആർട്ടിസ്റ്റും റെഡി ആണെങ്കിൽ, ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ടിങ് ഒറ്റ ഷെഡ്യൂളിൽ നമുക്ക് തീർക്കാൻ പറ്റും. ഈ സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ വരുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത്
ഭയങ്കരമാണ് റിലീസ് തിയേറ്റർ പിടിക്കാൻ. തിയേറ്റർ കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം പ്രൊമോഷന് പരിപാടി, ഈ പ്രൊമോഷന് വേണ്ടിയിട്ട് മുടക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, അതായത് ഓൺലൈൻ മീഡിയാസിന് നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര എമൗണ്ടാണ്. കാരണം ഇപ്പം നമ്മൾ ഒരു ഇതിനകത്ത് എത്ര പേരാണ് ഇപ്പം തന്നെ വ്ളോഗേഴ്സിനെ നോക്ക്. വ്ളോഗേഴ്സിന് നമ്മളാരും പൈസ കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ പ്രൊമോഷൻ ടീമിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാ സിനിമക്കാരും പ്രൊമോഷൻ ടീമിനെ വെക്കുന്നുണ്ട്. അവരാണല്ലോ നമുക്ക് ഇൻ്റർവ്യൂസും അല്ലെങ്കിൽ ഈ പറഞ്ഞ സോക്കോൾഡ് കോളേജിൽ പോകുന്നതും ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത് ഈ പ്രൊമോട്ടേഴ്സാണ്, മീഡിയാസാണ്. അപ്പോൾ അവർക്കെല്ലാം നമ്മൾ ആരും ഫ്രീ ആയിട്ടല്ലല്ലോ ചെയ്യുന്നത്, എല്ലാവർക്കും നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്താണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ, വ്ളോഗേഴ്സിന് ഞങ്ങൾ പൈസ കൊടുത്തിട്ടില്ല. അതിൻ്റെ പ്രതികരണമാണ് കണ്ടത്. നമ്മൾ കൊടുത്തിട്ടില്ല ആർക്കും, ഒരു വ്ളോഗേഴ്സിനും കൊടുത്തിട്ടില്ല, പക്ഷേ പ്രൊമോഷൻ ടീമിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ അപ്പോൾ ഓപ്പോസിറ്റ് പ്രൊമോഷൻ ടീമുണ്ട് മറ്റ് സിനിമകളുടെ. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പൈസ കൊടുക്കാത്ത പ്രൊമോഷൻ ടീം ഉണ്ടാവും, അവർ വന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ഇത് തീർക്കുന്നത് ഓൺലൈനിൽ കൂടെ ഇരുന്നിട്ട് നമ്മുടെ ഫോട്ടോ വെച്ചിട്ട്, ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടു എൻ്റെ ഒരു ഫോട്ടോ, പല ഫോട്ടോസ് വെച്ചിട്ട് ഒരേ സാധനമാണ്. അതായത് ഭർത്താവ് നിർമ്മിക്കുന്ന സിനിമയിൽ മാത്രം അഭിനയിക്കുന്ന നടി, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഇടുവാണ്. ഞാനൊരു 8 എടുത്ത് കണ്ടു, പല മീഡിയസ്, അതെല്ലാം ഓൺലൈൻ മീഡിയസ്, അത്യാവശ്യം പേരുകേട്ട ഓൺലൈൻ മീഡിയാസാണ്, പേരൊന്നും പറയുന്നില്ല. ഇതേ സാധനം. അപ്പോൾ 1-2 ഇടത്ത് എനിക്ക് അറിയാവുന്ന ആൾക്കാരുടെ ആയിരുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞ് ഇതെന്താണ്, നിങ്ങൾ എന്നെ ഉപകാരം ചെയ്യാനോ അതോ ഉപദ്രവിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് റിമൂവ് ചെയ്തു. പക്ഷേ നമുക്കിപ്പോ എല്ലാരെയും വിളിച്ചു പറയാനോ അല്ലേ, അല്ലെങ്കിൽ ചില നമ്മൾ കാണാതെ തന്നെ പോകുന്നുണ്ടാവില്ല അങ്ങനെ. അപ്പോൾ ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സായി മാറി. ഇതൊരു വലിയൊരു ബിസിനസ്സാണ് ഇതിൻ്റെ പിന്നിൽ. നമ്മൾ സിനിമയ്ക്ക് പൈസ മുടക്കുന്നതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഇതിനെ ബിസിനസ്സായിട്ട് എടുത്ത് ജീവിതമാർഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടീം തന്നെ ഇവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇപ്പം പുതിയതായിട്ട് വന്ന സാധനങ്ങൾ, ഈ ഓൺലൈൻ സാധനം വന്നേ പിന്നെ. അതിനു മുന്നൊന്നും സിനിമയിൽ ഇങ്ങനെ ഇല്ലായിരുന്നു. സിനിമ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ്, പ്രൊഡ്യൂസർ സിനിമ പൈസ മുടക്കുന്നു, സിനിമ തിയേറ്ററിൽ ഇറക്കുന്നു, അതിനെ വേണമെങ്കിൽ വല്ല തിയേറ്ററിൽ വല്ല ആളെ വിട്ട് കൊള്ളത്തില്ലാട്ടോ എന്ന് പറഞ്ഞു വിടാനേ പറ്റുള്ളൂ. ഇതിപ്പോൾ അങ്ങനെ അല്ലല്ലോ. ഇത് ഫോണിനകത്തൂടെ വരെ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഗ്രൂപ്പിനകത്തോട്ട് മെസ്സേജസ്, ആരും പോയേക്കല്ലേ, തിയേറ്റർ പരിസരത്ത് പോലും പോയേക്കരുത്, കാട്ടാവത ആ സാധനം, മനസ്സിലായോ?